ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം, വണക്കം. ആദ്യം ഷോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളുടെ അമ്മമാരെ പറ്റി നമ്മൾ ഓർക്കാറില്ല, വീട്ടമ്മമാരെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഒരു മുൻ ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഒതുങ്ങി പോകുന്ന ആൾക്കാരായിരുന്നു ഈ വീട്ടമ്മമാരും നമ്മുടെ അമ്മമാരും എല്ലാം. കാരണം അവർ പുറത്ത് ജോലിക്ക് പോകുന്നില്ല. അതുപോലെ ഇന്നത്തെ ജനറേഷൻ ഉള്ളതുപോലത്തെ എക്സ്പോഷർ ഇല്ല. അപ്പോൾ അവരുടെ സന്തോഷം, അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. മാത്രമല്ല നമ്മുടെ ബോയിങ് ഷോയെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കുന്നത് വീട്ടമ്മമാരാണ്. അവരുടെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് കാണുന്നു. അവർ കാണുന്ന വഴി വീട്ടിൽ ആൾക്കാർ കാണുന്നു, കുട്ടികൾ കാണുന്നു. അങ്ങനെ നമ്മൾ ജനകീയരായി മാറി. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, അവരെ സ്നേഹിക്കണം. അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ആഗ്രഹം മാത്രം നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഈ ആഗ്രഹത്തിനൊപ്പം ഇപ്പൊ വരുന്ന നമ്മുടെ ബോയിൽ വരുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ സെൽഫി വീഡിയോ, അവരുടെ പ്രൊഫൈലെല്ലാം നമ്മൾ പറയുന്ന നമ്പറിൽ അയച്ചു കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രയത്നത്തോടു കൂടി കുറച്ച് സ്മാർട്ടായിട്ടുള്ള വീട്ടമ്മമാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് എൻജോയ് എന്ന് ഉറപ്പാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് എപ്പിസോഡ് ഓഫ് ബോയിങ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സൂപ്പർ പെർഫോമൻസ് വഴി ഞെട്ടിക്കാൻ പോകുന്നത് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള കേരളത്തിലെ പല ജില്ലകളിലായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരാണ്. അവരുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ പ്ലീസ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ലേഡീസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. നമുക്ക് ടീം എയിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഹെൽന. ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീട്ടമ്മയായി ഒതുങ്ങി കൂടുകയാണോ അതോ? വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടാനാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അതിനിടയിൽ ചെറുതായിട്ട് മലയാളി അസോസിയേഷൻ വഴി വന്നു, ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നു. അത് എൻജോയ് ചെയ്യുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഡയറക്ഷൻ ആണ്, മൂവി ഡയറക്ഷൻ, തമിഴ് ഫിലിം സുരേഷ് കുമാർ. അല്ല, ഹസ്ബൻഡ് ഇങ്ങനെ ഡയറക്ടർ ആയപ്പോ ചാൻസ് ചോദിച്ചിട്ടില്ല അഭിനയിക്കാൻ? ചാൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കളിയാക്കി വിടും. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണൂല പറയല്ലേ, അതുപോലെയാണ്. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാളുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, സമ്മതിക്കില്ല അല്ലേ? ഈ വീട്ടിൽ അഭിനയം തന്നെ മതി എന്നാണ് എപ്പോഴും പറയുന്നത്. അത് മതി എന്നാ പറയുന്നത്. അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ രണ്ടുപേരാണ്. മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾക്ക് 3 വയസ്സ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, പ്രേക്ഷകരെ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം എപ്പോഴും നമ്മുടെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ്. പക്ഷേ ഇന്ന് ഇവരിവിടെ കിടന്ന് ഓടുന്നുണ്ടെന്ന് പറയും. ഇവരുടെ മക്കളെല്ലാം ഇവിടെ കിടന്ന് ഓടുകയാണ്. അപ്പൊ അവരെ മാനേജ് ചെയ്യുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മക്കളും വന്നിട്ടുണ്ടോ അല്ലേ? ഭൂരിഭാഗം ആൾക്കാരുടെ മക്കളുണ്ട് തോന്നുന്നു. അവരിങ്ങനെ ലോറി പായുന്ന പോലെ പായുന്നില്ല. അടുത്ത ആളെ പരിചയപ്പെടാം. പ്ലീസ് വെൽക്കം സിന്ധു ഗോകുൽ. ഹായ് സിന്ധുവും ചെന്നൈ സെറ്റിൽഡ് ആണ്. കേരളത്തിൽ എവിടെയായിരുന്നു? അപ്പോ പാലക്കാട് നിന്ന് ഇവിടെ പോയി കല്യാണം കഴിച്ചു ഇവിടെ വന്നതാണോ? ഹസ്ബൻഡ് ഇവിടെയാണ് പഠിച്ചത്, ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. ഹസ്ബൻഡ് ഐ.ടിയിലാണ്. അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ട് കമ്പനി. സിന്ധു ഇതുപോലെ ഹസ്ബൻഡിനെ വീടിനെയൊക്കെ നോക്കി വീട്ടിൽ ഒതുങ്ങി കൂടുന്ന. ഞാൻ കുറെ കൊല്ലമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹൗസ് വൈഫായിട്ട് എങ്ങനത്തെ ആ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. സിന്ധു കല്യാണം കഴിച്ച അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ഇല്ല, ലവ് മാരേജ്. എങ്ങനെയായിരുന്നു പ്രേമിച്ചത്? ഞങ്ങള് സ്കൂൾ ഡേയ്സിലൊന്നും ലവ് ചെയ്യാണ്. ഏത് ക്ലാസ്സിലോട്ട്? ഞാൻ 7th സ്റ്റാൻഡേർഡ്, പുള്ളി 10th സ്റ്റാൻഡേർഡ്. എത്ര കൊല്ലം പ്രണയിച്ചു? എത്രയായി? കല്യാണം കഴിഞ്ഞിട്ട് 14 years ആയി. ഈ പ്രണയിക്കുന്ന സമയത്ത് അടി ഉണ്ടായിട്ടില്ല? അതൊക്കെ ഒന്നുമില്ല. ഇപ്പൊ അടി ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ പുള്ളി അടി വാങ്ങണ്ടേ എന്റെ? നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പ്ലീസ് വെൽക്കം സോന രമേശ്. ഹായ്. പറയൂ സോന, ഇങ്ങനത്തെ ഷോയിൽ വീട്ടമ്മയായിട്ടിരിക്കുന്ന സോന വരുമ്പോ എന്താണ് ഫീൽ? എനിക്ക് ഒരു എന്റർടൈൻമെന്റ്, ഫ്രണ്ട്സിന്റെ കൂടെ ഒരു എന്റർടൈൻമെന്റ്. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ് അല്ലേ? ഈ വീട്ടമ്മമാര് വീട് നോക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? അടുക്കള പണിയാണോ അതോ ഹസ്ബൻഡിനെ നോക്കാനാണോ അതോ പിള്ളേരെ നോക്കാനാണോ? എല്ലാ തരത്തിലും വീട്ടമ്മ എന്ന് പറയുന്നത് ഒരു വലിയ ജോലി തന്നെയാണ്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പണിയാണ്. തീർച്ചയായിട്ടും ശരിക്ക് വീട്ടമ്മയാണ്. ഐ ആം റിയലി പ്രൗഡ് ടു ബി എ ഹോം മേക്കർ. ഇനി ടീം ബിയുടെ എന്റെ താരങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതിരിക്കുന്ന ആൾ ഒരു സുഗന്ധം പരത്തുന്ന ആളാണ്. ഇറ്റ് ഈസ് സുഗന്ധി സുനിൽകുമാർ. സുനിൽകുമാർ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ടിവിയിലെ ന്യൂസ് റീഡർ ആയിരുന്നു. ഇപ്പം വന്നിട്ട് ഇവിടെ സെറ്റിലായി. ഇപ്പം ഫൈനാൻസിങ് ഉണ്ട്, കാറ്ററിംഗ്. അതായത് ഈ ചാനൽ പരിപാടികളൊക്കെ വാർത്ത വായിച്ചോണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ഫൈനാൻസിങ്, കാറ്ററിംഗ് ഇതിലേക്കൊക്കെ വന്നു. സിംഗർ കൂടെ ആണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് മൂപ്പര് കാറ്ററിംഗ് ചെയ്യുന്ന സമയത്ത് ചോറ് എത്ര വേണം പറയൂ മിസ്റ്റർ, അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും. ഹസ്ബൻഡ് വാർത്ത വായിക്കുന്ന പോലെയാണ് സംസാരിക്കുക?
ചിലപ്പോഴങ്ങനെ തോന്നും. ഓക്കെ, തൊട്ടടുത്തിരിക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ദാറ്റ് ഈസ് ബിന്ദ്യ ജയശങ്കർ. വെൽക്കം ബിന്ദ്യ. ബിന്ദ്യ ജയശങ്കർ നാട്ടിലെവിടെയാ? പത്തനംതിട്ട. ജയശങ്കർ ഏട്ടൻ എവിടെയാ നാട്ടില്? പാലക്കാട്. പാലക്കാടുകാരൻ എന്ത് ചെയ്യുന്നു? സെയിൽസ് മാനേജറാ ഷിപ്പിംഗ് കമ്പനി. ഈ പത്തനംതിട്ട പാലക്കാടേക്ക് എങ്ങനെ എത്തി? അറേഞ്ച് മാരേജാ. അങ്ങനെ ഞാൻ ആക്ച്വലി ബോംബെ സെറ്റിലാ, പുള്ളിക്കാരൻ ചെന്നൈ. അപ്പൊ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്തു? അത് മാട്രിമോണിയൽ. ഓ, മാട്രിമോണിയലേ. മാട്രിമോണിയൽ ഒരു താങ്ക്സ് എങ്ങനെ മാട്രിമോണിയലിന് നന്ദി പറയോ അല്ലെങ്കിൽ എന്നെ പെടുത്തിന്ന് പറയോ? അതങ്ങനെ പറയാൻ പറ്റൂല. ഇങ്ങനെ വന്നത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അല്ല, പിന്നെ പറയാം, നിനക്ക് ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുള്ള ടിക്കറ്റ് ഇല്ല, നീ അവിടെ തന്നെ നിന്നോ. ബിന്ദ്യ ഇങ്ങനെ വന്നത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പുള്ളിയുടെ മുഖത്ത് നോക്കി ഡെയിലി ഒരു 3 വട്ടം പറയാറുണ്ട്, ഇല്ലേ? മക്കളൊക്കെ ഒരു മോൻ ഉണ്ടായിരുന്നുണ്ട്. ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? UKG. ബിന്ദ്യ പ്ലേ സ്കൂളിൽ ഒരു ടീച്ചറും കൂടെയാണ്. ഈ പ്ലേ സ്കൂളിൽ കുട്ടികളെ മാനേജ് ചെയ്യാൻ പാടാണോ? ഭയങ്കര പാടാ. പ്ലേ ഗ്രൂപ്പിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ 2-2.5 വയസ്സ് തൊട്ട് കൊണ്ടിടുന്ന അവരെ ഭയങ്കര പാടാ. ഒരു ക്ലാസ്സിൽ തന്നെ 15-16 പിള്ളേർ, ഒരു ടീച്ചർ, ഞാൻ തന്നെ. ഈ പ്ലേ സ്കൂളിൽ തീർച്ചയായിട്ടും പാട്ടുകൾ പാടി കൊടുക്കാറുണ്ടാവില്ല? ഒരു അവിടെ കുട്ടികൾക്ക് ഞങ്ങൾ പ്ലേ സ്കൂളിലെ കുട്ടികളാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കണോ? ഞങ്ങൾ ഏറ്റുപാടാം, പാടി തന്നാ മതി. ഓക്കെ, ശരി. Twinkle, twinkle, little star, how I wonder what you are. Twinkle, twinkle, little stars, how I wonder what you are. ഞാനല്ലേ നല്ല സ്റ്റുഡന്റ്, അവൻ തീരെ പോരാ അല്ലേ? ടീച്ചറെ പറയൂ ടീച്ചറെ. എന്താ പണിഷ്മെന്റ്? അവരെ തലവത്ത് എത്തിച്ചാലോ? അടുത്ത വരി. Above the world so high, like a diamond in the sky. Up above the world so high, like a diamond in the sky. ഇതാണ്. Very good. നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു. അടിപൊളി, സൂപ്പർ. അപ്പൊ ടീച്ചർ പഠിപ്പിച്ച ഈ ഒരു പാട്ട് ഞാൻ പാടിയത് കേട്ടിട്ട് കേരളത്തിൽ ഇത് പഠിച്ച കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ ചീത്ത. അത് മാത്രമല്ല, ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റുണ്ട് അപ്പ് ഇൻ ദ സ്കൈ. അതുണ്ടാവും, രാത്രിക്ക് ഇനി ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഇതൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ടിരിക്കുന്ന എന്റെ സൂപ്പർ താരം, ദാറ്റ് ഈസ് ശ്രീലത. ശ്രീലത നാട്ടിലെവിടെയാ? കഴിഞ്ഞ 4 വർഷമായിട്ടാണ് വീട്ടിൽ കംപ്ലീറ്റ്ലി ഇരിക്കുന്നത്. അതിനു മുമ്പേ ഞാൻ HR അഡ്മിനിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 7 വർഷമായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളാണ് HR ആയിട്ടിരുന്ന് കുറെ ആൾക്കാർക്ക് ജോലി കൊടുത്തു. അവസാനം സ്വന്തം ജോലി പോയി. ഇപ്പൊ വീട്ടിലിരിക്കുന്നു. അത് ഞാൻ തന്നെ തീരുമാനിച്ച് വേണ്ടെന്ന് വെച്ചാൽ. അപ്പൊ മോൻ 10-ലെത്തി. അപ്പൊ അവനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുണ്ട്. അവനിപ്പോ കോളേജിലായി. ദൈവമേ, ഈ മത്സരത്തിൽ വരുമ്പോ മോൻ എന്താ പറഞ്ഞോട്ടെ? അവൻ പറഞ്ഞു, അമ്മ നല്ല കോമഡി ആയിട്ട് വല്ലതും ചെയ്യണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോസ്റ്റൽ ലൈഫിൽ ചിരിക്കാൻ എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. ഏത് സോപ്പാ തേക്കുന്ന? ചർമ്മം കണ്ട പ്രായം പറയില്ല. എനിക്ക് വയ്യ. എവിടെ? നാട്ടിലെവിടെയാ? നാട്ടില് കായംകുളം. അതെ. ഹസ്ബൻഡിന്റെ വീട് ഹരിപ്പാട്. ഈ ബോയിൽ ഇന്ന് ഇങ്ങനത്തെ മത്സരത്തിൽ നിങ്ങൾ വീട്ടമ്മമാരെല്ലാരും കൂടെ വരുമ്പോ എന്താണ് ഫീൽ? സാധാരണ വീട്ടമ്മമാർ ഇങ്ങനത്തെ ഗെയിമിലൊന്നും പങ്കെടുക്കാറില്ലല്ലോ. അവർ കാണുകയോ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോ നിങ്ങൾ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ വീട്ടമ്മമാരാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം. എന്താണ് സൂരജ്? സവാരിഗിരിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടേണ്ട ആൾക്കാർ റെഡിയാണ്. ദാറ്റ് ഈസ് ബാഹുബലി ബോയ്സ്. സവാരിഗിരി ഗെയിമിൽ നിങ്ങൾ പോകുന്ന സമയത്ത് 2 ബക്കറ്റ് വെള്ളം എടുക്കുക. 2 ബക്കറ്റ് വെള്ളമായിട്ട് ഈ കിക്കിംഗ് ഫ്ലോർ പോയി കറക്റ്റായി നിങ്ങളുടെ സൈഡിലിരിക്കുന്ന ആ ബക്കറ്റിൽ ഫിനിഷ് ചെയ്ത് ഒഴിക്കുക. ഈ പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ബക്കറ്റ് എടുത്തിട്ട് വേണം തിരിച്ച് ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം പോകാൻ. തിരിച്ചു വന്നാൽ മാത്രമേ അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ഏത് ടീമാണോ നടക്കുന്നത് ആ ടീമിന് 300 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും കിട്ടുക. സോ ഏറ്റവും കെയർഫുൾ ആയിട്ട് മത്സരിക്കേണ്ട ഒരു ഗെയിമാണിത്. All the best guys, team A and team B. സവാരിഗിരി മത്സരിക്കാനായിട്ട് ആദ്യം വരേണ്ട ടീം ആണ്. സോ ടീം എ പ്ലീസ് കം.
തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടമ്മമാരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന ഓരോ വീട്ടമ്മമാരും ചിന്തിക്കുക, നിങ്ങൾക്കും ഇതുപോലത്തെ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്, പങ്കെടുക്കുക. ആദ്യം സവാരിയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഹെല്ലയാണ്. ഹെല്ല, നമ്മുടെ ബാഹുബലി ബോയ്സിനെ കണ്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മക്കളെ പോലെയാണ്, കൺസിഡർ ചെയ്യണം, പതുക്കെ അടിക്കണം. ഞങ്ങൾ പാവപ്പെട്ട അമ്മ തിരിച്ചടിക്കും. അങ്ങനെയാണ്, അതാണ് മക്കളൊക്കെ ശരിയാണ്. ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ തിരിച്ചും കിട്ടും. ഹെല്ല 2 ബക്കറ്റ് വെള്ളമായിട്ട് പോകാൻ പോവുകയാണ്. ദൈവമേ. Okay. Helena, all the best to you. Your time starts now. 3, 2, 1, go. ഹെൽനക്ക് മനസ്സിലായത് അവിടെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് മറിച്ച് കളയാൻ വേണ്ടിട്ടാണോ പറഞ്ഞത്? അല്ല, ആദ്യമായിട്ടാണ് ഇതിലൊട്ടും വെള്ളമില്ലാതെ പോണത്. ഹെൽന ഇവിടം വരെ കറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഹെൽനക്ക് മനസ്സിലായത് അവിടെ ചെന്നിട്ട് പുറത്തേക്ക് ഒഴിക്കാന്നുള്ളതാണോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, അവസാനം കൊണ്ട് കുട ഉടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ കൊണ്ടുവന്ന് ബക്കറ്റ് അവിടെ കൊണ്ടുവന്ന് ഉടച്ചു കളഞ്ഞു. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത 2 പേര് നിൽക്കുകയാണ്. അറിയാലോ ഇപ്പൊ ഗെയിം. ഓക്കെ, അടുത്ത ആരാണ് പോകാൻ പോകുന്നത്? സിന്ധു. സിന്ധുവിന് ഇനി ബാഹുബലി ബോയ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, വീട്ടിലെ ആൾക്കാരൊക്കെ എന്നെ വിശ്വസിച്ച് അവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് പതുക്കെ അടിക്കാം. Your time starts now. 3, 2, 1, go. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അതായത് ഭാഷ പക്ഷേ എവിടെയോ മോശമായി പോയി. ചെന്നൈയുടെ കുറച്ച് തമിഴ് വരും. അതായത് ഈ ട്രിവാൻഡ്രത്ത് മറ്റേ അമരവിള ബോർഡർ ഇല്ലേ, അവിടെ സംസാരിക്കുന്ന ആൾക്കാർ ഇതുപോലെ സംസാരിക്കുന്നത്. ഓക്കെ, അടുത്ത് പോകാൻ പോകുന്നത് സോന. ഇതെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സോന ഓൾറെഡി പോയി കിടക്കുകയാണ്. വീട്ടിലേക്ക് തിരിച്ച് ഇതേമാതിരി പോണം ബാഹുബലി ബോയ്സ് ഇല്ലെങ്കിൽ പണി ഞാൻ തരും. അതെ, തിരിച്ച് ഞാൻ തരും. Your time starts now. 3, 2, 1, go. സോന, എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറ്റിയേ? അതെ, എനിക്ക് അവിടെ ഭയങ്കര സ്ലിപ്പായി. ആ മിഡിൽ തന്നെ ഹീലിൽ തന്നെ ഇടിച്ചു. വീട്ടിൽ ബക്കറ്റ് വെള്ളം എടുക്കുന്നത് പാടാണോ, ഇവിടെ എടുക്കുന്നതാണോ പാട്? ഇവിടെ ഭയങ്കര പാടാണ്, ഒരു സംശയമില്ല. Again, Helena. ഇതില് ഹെൽന തകർക്കും. Helena, all the best to you. Your time starts now. 3, 2, 1, go. അടുത്ത് നമ്മുടെ മത്സരിക്കാൻ അഗൈൻ പോകുന്നു സിന്ധു. All the best to you. Time starts now. 3, 2, 1, go.
Sona, your time starts now. 3, 2, 1, go. സൂരജ്, നമ്മുടെ സവാരി മത്സരം കഴിയുമ്പോ ഈ എന്താ പറയുക വീട്ടമ്മമാരല്ലാത്ത കുട്ടികൾ വരുമ്പോ ഇവിടെ മത്സരം കഴിയുമ്പോൾ ബക്കറ്റ് അങ്ങ് ഇങ്ങോട്ടൊക്കെ ഇടുന്നത്. ഈ വീട്ടമ്മ അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തം പോലെ അവിടെ ഉണ്ടോ ബക്കറ്റ് അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് അത് അവരോട് ആരും പറയണ്ട, അത് അവരറിയാതെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് വീട്ടമ്മയുടെ ഗുണം. സോന എന്താ പറയാനുള്ളത് സവാരിഗിരി കഴിയുമ്പോ? ഒരു ഗിരി കൂടിപ്പോയതല്ല, ഒരിക്കൽ കൂടെ എനർജറ്റിക് ആയിട്ട് പറ. സവാരിഗിരി ഒരു പിരി ഇളകിപ്പോയി, അപ്പൊ ഒരു ഗിരി കൂടിപ്പോയി. അടുത്ത ആൾ ഇവിടെ എന്തോ പറഞ്ഞു, അതായത് പോകുന്നതിന് മുന്നേ ഇവരൊന്ന് ഇറക്കി വിട്ട് തരണം, എനിക്ക് നേരിട്ടൊന്ന് കാണണം. എന്താ പറഞ്ഞ? ഒന്ന് ബൈക്ക് കൊടുത്തേ. എന്താ പറഞ്ഞ? അവരൊന്ന് കണ്ടിട്ടേ പോവൂ. അതെന്തിനാ? വെറുതെ ആരൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് ചെന്നൈ തന്നെയാണല്ലോ ഒരു ഇരുട്ടടി കൊടുക്കാന്നുള്ളത്. എന്തായാലും കണ്ടല്ലോ, ഇവരുടെ വീറും വാശിക്കും ഒരു കുറവുമില്ല. പക്ഷേ ബോയിങ് ബോയിൽ ഞങ്ങൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. This is Boing Boy. Have a short break. Yes, welcome back to the show. This is Boing. അപ്പൊ ബോയിങ്ങിൽ സവാരിഗിരി റൗണ്ടിൽ ടീം എയുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി ടീം ബി അംഗത്തിന് ഇറങ്ങുകയാണ്. വെൽക്കം ടീം ബി. ഒരു തരി പോലെ എനർജിക്ക് കുറവില്ലാത്ത അടിപൊളി ടീം. സുഗന്ധി ചേച്ചി എന്ത് പറയുന്നു? മക്കളെ വളരെ സ്നേഹപൂർവ്വം മക്കളെ. സുഗന്ധി ചേച്ചി, അതായത് സുഗന്ധി ചേച്ചി പറയുമ്പോ തന്നെ എനിക്ക് മുട്ടുവാദം ഉണ്ട്, കാലിന് പ്രശ്നമുണ്ട്, അതുപോലെ അങ്ങനെയൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാ. ഒരു കൂടെ കാണിച്ചേ. എങ്ങനെയാണ് അടുത്താള് എന്താ പറയാനുള്ളത്? നല്ല പിള്ളേരായിട്ട് ഇരുന്നാ നല്ലത്. നല്ല എന്റെ ഇത് തിരിച്ചു കിട്ടും. ടീച്ചറാന്ന് മറക്കല്ലേ. അടുത്ത ശ്രീലത, ഞാൻ പറയട്ടെ, കോളേജിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്, അതുപോലത്തെ പിള്ളേരാണെന്ന് തോന്നുന്നു ഇവിടെയും. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരുടെ എനർജി അല്ലേ, അപ്പൊ അവരുടെ എനർജി കാണിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എനർജി. കോളേജിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്, അവനെ അവന്റെ ഫ്രണ്ട്സിനെ വിട്ട് തല്ലിക്കും. പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ പറയാം. ഞങ്ങളുടെ ടീമിന് വേണ്ടി ആദ്യം പോരാട്ടത്തിൽ ഇറങ്ങാൻ പോകുന്ന ഏറ്റവും ധൈര്യമുള്ള ആള് ബിന്ധ്യ. All the best to you. Your time starts now. 3, 2, 1, go. ഇരിക്കെ ബക്കറ്റ് വിടരുത്. ഇരിക്കെ മുട്ടിലിരിക്കെ. Good job. Very good job. മറിക്കില്ല കളിയില്ല, ബക്കറ്റ് കളിയില്ല. Good job. Yes. Very good. Good attempt. സുഗന്ധി ചേച്ചി സമയം പിടിയിട്ടില്ല. ബക്കറ്റ് അവിടെ ഇത് ലാസ്റ്റ് മിസ് ചെയ്തു, അത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സുഗന്ധി ചേച്ചി, all the best to you. Your time starts now. 3, 2, 1, go. ഇവിടെ ഇരിക്കല്ലേ? Very good strategy. ഭയങ്കര സ്ട്രാറ്റജി. അയ്യോ വയ്യേ, എനിക്ക് മുട്ടുവേദനയുണ്ട്. അപ്പുറം പോട്ടെ. Very good job. സുഗന്ധി ചേച്ചി അപ്പുറം മറിക്കരുത്, കളയരുത്. ഗുഡ് ജോബ്. കളയരുത്, മറിക്കരുത്. ഓ, പകുതി അവിടെ കളിക്കുന്നു.
വെരി ഗുഡ്. അടുത്തതായി പോകാൻ പോകുന്നത് ശ്രീലത. All the best to you. ടീം ബി എക്സ്ട്രാ ബക്കറ്റ് വാങ്ങുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീലത. Your time starts now. 3, 2, 1, go. Okay, very good, very good. വീണ്ടും ടീം ബിയിൽ നിന്ന് വരുന്ന ബിന്ധ്യ തകർക്കും. All the best to you. Your time starts now. 3, 2, 1, go. പോട്ടെ. You can. ബക്കറ്റ് എങ്ങനെ അടിച്ചാ പിടിച്ചോ സേഫ് ആയിട്ട്. Very good. No worries. മേഘങ്ങൾക്കിടയിലൂടെ എയർപ്ലെയിൻ പോകുന്ന പോലെ ഇതാ ബിന്ധ്യ ആ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. സൂപ്പർ, ഗുഡ് ജോബ്. Very good. അടുത്ത വീണ്ടും സുഗന്ധി ചേച്ചി. All the best to you. സുഗന്ധി ചേച്ചിയാണ് ഞങ്ങളുടെ ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. All the best to you. Your time starts now. 3, 2, 1, go. പോട്ടെ. അതന്നെ, ഗുഡ് ജോബ്, ഗുഡ് അറ്റംപ്റ്റ്, വെരി ഗുഡ് അറ്റംപ്റ്റ്. ബാഹുബലി ബോയ്സ് തളർന്നവരെ ചവിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നീങ്ങുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മറിക്കരുത്, കളയരുത്. നീന്തുകയാണോ? വെള്ളം സ്വന്തമായി കൊണ്ടുപോയ വെള്ളത്തിൽ നീന്തുന്നു. ഇല്ല, എനിക്ക് ക്ഷീണമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സുഗന്ധി ചേച്ചി ആ റൗണ്ട് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അടിപൊളി. ഇനി തല്ലിക്കോ, ഇനി അടി കൊടുത്തു പോയിക്കോ. അടി കൊടുത്തോ, നാളെ പാടകം കൊടുത്തോ. Very good. Good job. സൂരജ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. ഇവർക്ക് ബക്കറ്റും വെള്ളം സ്വയം എടുത്തോണ്ടൊക്കെ പോവുകയാണ്. 3, 2, 1, go. ഒരു കുഴപ്പമില്ല, മെല്ലെ. പോട്ടെ. You can. അടിപൊളി. നമുക്ക് ഒരു ബക്കറ്റ് കൂടി വേണ്ടി വരും മിക്കവാറും. അടിപൊളി, പൊളിച്ചു. Good job. എന്റെ പൊന്നു വീട്ടമ്മമാരെ, നിങ്ങൾ എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചു. നിങ്ങൾ അതിനപ്പുറത്താണ്. നിങ്ങൾ വേറെ ലെവലാണ്. എന്തായിരുന്നു സവാരിയിൽ കഴിയുമ്പോൾ എക്സ്പീരിയൻസ് പറയും. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇനിയുണ്ടോ? ഓക്കെ, അടുത്താണ് ബിന്ധ്യ. നന്നായിട്ട് എൻജോയ് ചെയ്തു, സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെയാണ് ചോദിക്കാനുള്ളത്. സുഗന്ധി ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് നോക്കുന്നേ. സുഗന്ധി ചേച്ചിയോടാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ആദ്യം പോയപ്പോൾ ഒരു സ്ട്രാറ്റജി, രണ്ടാമത് പോയപ്പോൾ വേറൊരു സ്ട്രാറ്റജി. കാരണം ആദ്യം പോയപ്പോൾ വന്ദനം സിനിമയിൽ ലാലേട്ടൻ ഒരു സീറ്റിന്റെ പുറത്തിരുന്നിട്ട് എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ അവിടെ ചെന്നിട്ട് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത് എന്തായിരുന്നു? അത് വേറൊരു അവര് വേണമെങ്കിൽ എന്നെ അവിടെ എത്തിക്കട്ടെ, എനിക്ക് പോകാനൊന്നും വയ്യ എന്നുള്ളൊരു രീതി. എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ, സവാരിഗിരിയിൽ മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് സാധാരണ അവിടെ പോയി മെഷർ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഒരു ആവശ്യവുമില്ല. ഇവിടെ ഗംഭീരമായി വിജയിച്ചിരിക്കുന്നത് 300 points. ടീം ബിയുടെ ഈ ആഘോഷത്തിന് കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. This is Boing Boing. Have a short break. Welcome back to the show. This is Boing Boing.
ഒന്നാമത്തെ റൗണ്ട് അടിപൊളിയായിട്ട് സവാരിക്ക് രീതി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു 2 തലയണ കാണാം, അതിന്റെ നടുവിൽ നമ്മുടെ റോളിംഗ് ട്യൂബ് കാണാം, അതിന്റെ നടുവിൽ ഒരു റെഡ് മാർക്ക്, ഇതുവരെ ഇല്ലാത്തൊരു മാർക്ക് കാണാം. ഈ ഗെയിമിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രം ചെയ്യാറുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് വീട്ടമ്മമാര് ചെയ്യേണ്ടതാണ്. അതായത് ഹസ്ബൻഡിനോട് ഇതേ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലേ? അമ്മായിയമ്മമാര് കൂടെ ഇല്ല. അതുകൊണ്ട് സേഫ് ആണ്. ഇപ്പൊ ഇവര് പറയുന്നതാണ് ആരുടെ അമ്മായിയമ്മമാര് കൂടെ ഇല്ല. നിങ്ങൾ അമ്മായിയമ്മമാരെല്ലാം കേരളത്തിലാക്കിയിട്ട് നിങ്ങൾ എല്ലാം ഓടി ചെന്നൈ വന്നു അല്ലേ? പക്ഷേ നിങ്ങളൊക്കെ നിങ്ങളൊരു അമ്മായിയമ്മയാവും, അറിയോ? അപ്പോഴാണ് നിങ്ങൾ ഈ തലയണ മന്ത്രമൊക്കെ അറിയാൻ പോകുന്നത്. ഇനി തലയണ മന്ത്രം എന്താണെന്ന് നമുക്ക് ഇപ്പൊ അറിയാം. തലയണ മന്ത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് കാണാം, 2 സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം, അവിടെ ഒരു ബോർഡർ ലൈനും ഉണ്ട്. 2 ടീമിൽ നിന്ന് 2 പേര് പങ്കെടുക്കും. പില്ലോ ഫൈറ്റ് ആണ്. പില്ലോ ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 50 പോയിന്റ്സ്. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, 2 സൈഡിൽ നിന്ന് 2 പേരും 2 തലാണയുമായിട്ട് മൂവ് ചെയ്യും. നിരങ്ങിട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് മാർക്ക് ക്രോസ് ചെയ്യാം. റെഡ് മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിന്റ് കിട്ടും. ഇനി ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ പില്ലോ വെച്ച് ഫൈറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ടീമിനെ തള്ളിയിടുക, ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോകുക. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നത് 150 പോയിന്റ്സ് ആണ്. അതിന് മുന്നേ നിങ്ങൾ വീണു പോവുകയാണെങ്കിൽ നോ പോയിന്റ്സ്. റെഡി? സോ മാക്സിമം ആ റെഡ് മാർക്ക് കടക്കാൻ ശ്രമിക്കുക. കടന്നതിന് ശേഷം അവരുടെ തല്ല് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. തലയണ മന്ത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ടീം എയിൽ നിന്ന് വരുന്നു ഹെല്ല ആൻഡ് ടീം ബിയിൽ നിന്ന് സുഗന്ധി. ഓൾ ദി ബെസ്റ്റ് ടു യു. അപ്പൊ തലയണ മന്ത്രം ആരംഭിക്കാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. തലയണ മന്ത്രം കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കാം. ഹെല്ല എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സ്പീഡിൽ പോയി അല്ലേ? സ്പീഡിൽ പോയി. ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു. ഇവിടെ എങ്ങനെയുണ്ട്? നല്ലതുപോലെ വെള്ളം കുടിച്ചു. എത്ര കവള് കുടിച്ചിട്ടുണ്ടാവും? ഒരു 2 ലിറ്ററെങ്കിലും പോയി കാണും. 2 ലിറ്റർ കുടിച്ചു. ചേച്ചി ആ ബോർഡർ കടന്നിട്ടാണ് ആ തല്ല് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 പോയിന്റ് കിട്ടുമായിരുന്നു. പക്ഷേ ബോർഡർ ലൈൻ കടന്ന് ഇവിടെ പോയിരിക്കുന്നത് ഹെല്ലയാണ്. അതുകൊണ്ട് ടീം എക്ക് കിട്ടിയിരുന്ന 50 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. തലയണ മന്ത്രത്തിൽ പങ്കെടുക്കാൻ മന്ത്രം പറയാനായിട്ട് വരാൻ പോകുന്നത് സിന്ധു ആൻഡ് ബിന്ധ്യ ഫ്രം ടീം ബി. ഓൾ ദി ബെസ്റ്റ്. സിന്ധു ബിന്ധ്യ തലയണ മന്ത്രത്തിൽ പങ്കെടുക്കാൻ റെഡിയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. രണ്ടുപേരും പില്ലോ പിടിച്ചിട്ട് ഡാൻസ് ആണ്. മുരുക മ്യൂസിക് പ്ലീസ്. തലയണ മന്ത്രം മത്സരത്തിൽ ടീം എയും ബിയും രണ്ടാമത് മത്സരിക്കുമ്പോൾ ടീം എക്ക് കിട്ടിയിരുന്നത് 150 പോയിന്റ്സ് ആണ്.
ഇവിടെ സിന്ധു പുഷ്പം പോലെ ഇങ്ങനെ എടുത്ത് എറിയായിരുന്നു. എന്തായിരുന്നു തള്ളിട്ട ബിന്ദു? വല്ല വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം താഴത്ത് വീണല്ലോ, അതുകൊണ്ട് സെക്കൻഡ് ടൈം ഒരു കോഷൻ ആയി. പക്ഷെ അത് പുഷ്പം പോലെ ഇങ്ങനെ എടുത്ത് എറിയും പോലെ നീക്കി കളയുന്ന പോലെ. എന്റെ ഫ്രണ്ട് അല്ല എന്തായാലും, അതുകൊണ്ട് പതുക്കെ തള്ളി വിട്ടത്. പതുക്കെയാണോ ഇവിടെ സിന്ധു? അല്ല മൊത്തം വൈരാഗ്യത്തോടെ. എന്തോ എനിക്കോ നിങ്ങളുടെ മലയാളി അസോസിയേഷനിൽ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് തമ്മിലുള്ള മത്സരം ഗംഭീരമല്ലേ? അടുത്ത ആളെ വിളിക്കട്ടെ. അടുത്ത തലയണ മന്ത്രത്തിൽ മന്ത്രം പറയാനായിട്ട് വരാൻ പോകുന്നത് സോന ആൻഡ് ടീം ബിയിൽ നിന്ന് ശ്രീലത. ഓൾ ദി ബെസ്റ്റ്. Your time start now. 3, 2, 1, go. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ അവിടെ പറ്റി? രണ്ടുപേരും ഭയങ്കര. ഞങ്ങൾ എന്താ സംഭവിച്ചത് നമുക്കൊന്നും പക്ഷെ ഞങ്ങൾക്കും പോയി കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി നിങ്ങൾ എന്താ ഫൈറ്റ് ചെയ്ത്. സത്യം പറ, നിങ്ങൾ രണ്ട് ടീമായതിന്റെ കാര്യം നിങ്ങളുടെ മലയാളി സമാജത്തിൽ ഇത് രണ്ടും പ്രശ്നമുള്ള ടീമല്ലേ? ഒരു കാര്യം, തലേണ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ അവസരം തരാണ്. തലേണ എടുത്തു, അവിടുന്ന് ഫൈറ്റ് ചെയ്തോ. റെഡി? ഇനി പില്ലോ ഫൈറ്റ് കൂടാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അമ്പടി ചിന്തിനാക്കിനി. തലേണ മന്ത്രം മത്സരം ഇവിടെ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 200 പോയിന്റ്സ്. ടീം ബി ഇതിൽ കുറച്ച് വീക്ക് ആയിരുന്നു, നമുക്ക് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല, 0 പോയിന്റ്. പക്ഷേ ടീം എക്ക് ആഘോഷിക്കാനായിട്ട് ഒരു ഒരു മ്യൂസിക് പ്ലീസ്. ഈ ആഘോഷം ഇവിടെ നടക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. This is Boing Boy. Have a short break. Boing boing. Boing boing. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. അപ്പോ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു. പോയിന്റുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മറിയുന്ന ഗെയിം, ഏറ്റവും ആവേശം നിറഞ്ഞ ഗെയിം, താമരശ്ശേരി ചുരം. ഓക്കെ, താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. Your time starts now. 3, 2, 1, go. Good job, Team B. Good job. Sridhar, good job. Good job, Srilata, good job. Wow, very good.
Last 2 minutes. സുഗന്ധി, good job. Three, 2, 1, 0. Time out. താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം. മാസ്മരികമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവർ വീട്ടമ്മമാര് കാഴ്ചവെച്ച്. നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. സോന, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഭയങ്കര ത്രില്ലായിരുന്നു. ഓക്കെ, സ്ലിപ്പറി ആയിരുന്നു, നല്ല സ്ലിപ്പറി പക്ഷേ ആയിരുന്നു. കോൺഫിഡന്റ് ആയി കേറി, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആള്. ഞാൻ വിട്ടു, എന്തായാലും വേണ്ട, താഴത്തെ നിന്ന് ഡാൻസ് മാത്രം കളിക്കാൻ വിചാരിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ അമ്പലത്തിലും നേർച്ച നടന്നു. അതെ, ഒരു 2 minutes എന്ന് പറഞ്ഞപ്പോ ശരി ഒരു ലാസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒന്ന് കൈ തട്ടി അത് പിടിച്ച് കയറിയതാ. ഇപ്പൊ മനസ്സിലായില്ലേ, ജീവിതത്തിൽ നമ്മളെ ലാസ്റ്റ് ട്രൈ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. Definitely, അടുത്ത ആള്. definitely. Awesome feel. അടിപൊളി. ഇത് ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് കാണാൻ പോകുന്ന വീട്ടമ്മമാരോട് എന്താ പറയാനുള്ളത്? കണ്ടിട്ട് താല്പര്യമുള്ള വരിക. ഇതുപോലെ എൻജോയ് ചെയ്യുക. വെരി ഗുഡ്. അടിപൊളിയാണ്. സുഗന്ധ ചേച്ചി ബോളൊക്കെ എടുത്ത് ഒളിച്ചു വെച്ചിട്ടൊക്കെ കയറും. വയറിലൊക്കെ ഒളിച്ചു വെച്ചിട്ട് കയറുന്ന ആദ്യമായിട്ട് അങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അത് എന്ന് വെച്ചാല് ബാളും പിടിച്ച് നമുക്ക് കേറാൻ പറ്റില്ലല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ബാൾ പൊക്കും കൂടല്ലോ, അതുകൊണ്ട് ബാൾ എടുത്ത് ഇവിടെ വെച്ചിട്ട് പോകാന്ന് വെച്ചാൽ അത് ഉടനെ കണ്ടുപിടിച്ചു. പിന്നെ കയറി നോക്കണം കേട്ടോ. എന്നെ തോൽപ്പിച്ച ആള്. ടീച്ചർ പറയും ബോയ് ബോയിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ? കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന ഗെയിമിൽ ഇങ്ങനെ പങ്കെടുത്തപ്പോൾ നിങ്ങൾ നന്നായിരുന്നു. അടിച്ചു പൊളിച്ചോ? ടിങ്കിൾ ടിങ്കിളൊക്കെ പഠിപ്പിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ തകർക്കുന്നു വിചാരിച്ചിട്ടില്ല എന്റെ സ്വപ്നങ്ങളെ. ശ്രീല ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ കോളേജിലെ മോൻ പറഞ്ഞു വിട്ടു ഇവിടെ ചിരിക്കാനുള്ള എലമെന്റ്സ് തന്നിട്ടേ വരാവൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഞാൻ എന്ത് ചെയ്താലും ചിരി വരും. പിന്നെ ഇത് അവന് അറ്റ്ലീസ്റ്റ് ഒരു ഇതാവും, മോട്ടിവേഷൻ. അവനിതിപ്പോ ഒരാഴ്ചത്തേക്ക് ചിരിക്കാനുള്ളതായി. എങ്ങനെയുണ്ട് നിങ്ങൾ ബാക്ക് ടു ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് പോയോ? അതെ, എപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്. കാരണം ഇത്രയും നാളുണ്ടായിരുന്ന സെലിബ്രിറ്റീസും പ്രേക്ഷകരും നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. ഇതുപോലത്തെ വീട്ടമ്മമാരുടെ എനർജി എന്ന് പറയുന്നത് ഡബിൾ മടങ്ങാണ്. അപ്പൊ നിങ്ങൾ ഇനി നമ്മുടെ ഷോയിൽ കൂടുതൽ വീട്ടമ്മമാരുടെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നിങ്ങളോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിൽ അങ്ങോളമുള്ള സ്റ്റുഡൻസും വീട്ടമ്മമാരും ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ, നിങ്ങളുടെ ഒരു സെൽഫി വീഡിയോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് അയക്കുക. 8089295522 ഈ നമ്പറിലേക്ക് അയക്കുക. ഇതുപോലുള്ള എനർജി പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുക. നമ്മളെ കൊണ്ട് കഷ്ടപ്പെട്ട് ഇത്രയും ഗെയിം നിങ്ങൾ ജയിപ്പിച്ചല്ലോ, നമ്മളെക്കാട്ടും കൊച്ചു പിള്ളേരാണല്ലോ നിങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതിനകത്ത് കയറാൻ പോകുന്നില്ല, അത് നമുക്കറിയാം. നമ്മൾ കയറി എന്തുവല്ല, നമ്മളെ ഏജ് വെച്ചിട്ട് കയറി, നിങ്ങൾ എന്തെങ്കിലും കയറാൻ പോകുന്നില്ല. അപ്പൊ അതിനായിട്ട് ഒരു പണിഷ്മെന്റ് നിങ്ങൾക്ക് തരാമെന്ന്. എന്താണ് പണിഷ്മെന്റ്? എന്തായാലും ഇങ്ങനെയുള്ള വീട്ടന്മാരെ കൊണ്ട് ഈ പണിയെടുത്തതിന് കാണുന്ന അമ്മമാർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു 10 ഏത്തം. സൂരജ്, ഞാൻ അഡ്വാൻസ് ആയിട്ട് തുടങ്ങി. 1 2 3 4 5 6 7 8 9 10. That's all.
ഇനിയിപ്പോ നമ്മൾ ഭംഗിയായിട്ട് സ്കോറിലേക്ക് പോവാം. ഏറ്റവും വിഷമമുള്ള സംഭവമാണ് എനിക്ക് ഇപ്പൊ സ്കോർ പറയാൻ വേണ്ടിട്ട്. ഏറ്റവും ഒന്നാമത്തെ റൗണ്ട് സവാരി ഗിരിഗിരി നടന്നപ്പോ നമ്മുടെ ടീം ഫൈറ്റ് ചെയ്തു, അങ്ങേയറ്റം എത്തി. ടീം എ ആ റൗണ്ടിൽ 0 നേടിയപ്പോ ടീം ബി 300 പോയിന്റ് നേടി. അടിപൊളി. സെക്കൻഡ് റൗണ്ടില് ടീം എ 200 പോയിന്റ്, ടീം ബി 0 പോയിന്റ്. തേർഡ് റൗണ്ടിലാണ് കളി മൊത്തം മാറി പറഞ്ഞത്. ടീം എ 600 പോയിന്റ്സ്, ടീം ബി 400 പോയിന്റ്സ്. അങ്ങനെ ടോട്ടൽ ടീം എ 800 പോയിന്റ് ആൻഡ് ദേ ആർ ദ വിന്നേഴ്സ്. ടീം ബി 100 പോയിന്റിന്റെ കുറവ്, അടിയാണ് തരേണ്ടത്. 700 പോയിന്റ്സ്. രണ്ട് ടീമിലും വീട്ടമ്മമാർ ഇവിടെ അടിച്ചു പൊളിച്ചു. പക്ഷേ ഇവരോട് ഒരു ചോദ്യം കൂടെ, ഇത് കാണുന്ന വീട്ടമ്മമാരോട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാനുള്ളത്? ആസ് എ വീട്ടമ്മ നിങ്ങൾ ബാക്കി വീട്ടമ്മമാരോട് എന്താ പറയുന്നത്? എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് വേണ്ടിട്ട് നമ്മൾ ബോയിങ്ങിൽ വരിക. അതാണ് സിന്ധു പറയും. ഏജ് ഇസ് നോട്ട് എ മാറ്റർ. ഓക്കെ, ഞങ്ങൾ മറ്റൊരു ദിവസം ഇതുപോലൊരു അടിപൊളി എപ്പിസോഡുമായി തിരിച്ചു വരുന്നതാണ്. This is Boing Boy. It's me, Deepan, signing off. And Suraj. ശുഭരാത്രി, ശുഭനിദ്ര. Bye bye.